രാജ്യസഭാംഗമായിരിക്കെ കെ സി വേണുഗോപാലിനെ മത്സരരംഗത്തിറക്കുന്നത് അനിവാര്യതയെന്ന് രമേശ് ചെന്നിത്തല. രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും മത്സരരംഗത്തിറങ്ങുന്നത് തെരഞ്ഞെടുപ്പൊരുക്കത്തെ ബാധിക്കില്ല. വടകരയിൽ കെ ശൈലജയ്ക്കെതിരായ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തന്നെയാണ്. പത്മജ പാർട്ടിയിലുള്ളപ്പോൾ ആരോപണങ്ങൾ ഉന്നയിച്ചില്ലെന്നും ഇപ്പോഴത്തെ ആരോപണങ്ങൾ തള്ളിക്കളയുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കണമെന്നുള്ള അവിടുത്തെ ജനങ്ങളുടെയും പ്രവർത്തകരുടെയും നേതാക്കളുടെയും ആവശ്യമാണ്. ലോക്സഭയിലേക്ക് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കെ സി വേണുഗോപാൽ അദ്ദേഹത്തിന്റെ കടമ പൂർണ്ണമായും നിറവേറ്റും. രാഹുൽജി പിന്നെ എല്ലാ തലങ്ങളിലും അദ്ദേഹത്തിന് നേതൃത്വം ഉണ്ടല്ലോ. കെ ശൈലജയെ പരാജയപ്പെടുത്താൻ ഏറ്റവും യോഗ്യനായ സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ. പാർട്ടിയിലുള്ളപ്പോൾ ഇവരാരും ഈ കാര്യങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പൊ പാർട്ടി വിട്ടു പോകുമ്പോൾ പാർട്ടി മോശമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ശരിയായ നടപടിയല്ല. ശ്രീനാഥ് ചന്ദ്രനുണ്ട് മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീനാഥ്, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു രമേശ് ചെന്നിത്തല? രാഹുൽ ഗാന്ധി ഒപ്പം തന്നെ കെ സി വേണുഗോപാലും കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചപ്പോൾ ദേശീയ തലത്തിൽ പാർട്ടിയെ എങ്ങനെയാണ് ഇനി മുന്നോട്ട് നയിക്കാൻ പോകുന്നത്, ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ അതിന്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയായിരിക്കും നടത്താൻ പോകുന്നത് എന്ന ചോദ്യത്തോടായിരുന്നു. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യാൻ ഇപ്പോഴത്തെ കാലത്ത് കഴിയും. ഇന്റർനെറ്റ് അടക്കമുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ആശയവിനിമയത്തിനൊന്നും തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. മാത്രമല്ല കെ സി വേണുഗോപാലെ പോലെയുള്ള ഒരു നേതാവ് മത്സരിക്കേണ്ടത് അനിവാര്യതയാണ്. കാരണം ലോക്സഭയിലേക്ക് പരമാവധി പേരെ എത്തിച്ച് അധികാരം പിടിക്കുക എന്നതാണ് പ്രഥമ ലക്ഷ്യം. കെ സി വേണുഗോപാൽ ലോക്സഭയിലേക്ക് വിജയിച്ചാൽ രാജ്യസഭാ അംഗത്വം രാജിവെക്കേണ്ടി വരും. നിലവിൽ രാജസ്ഥാനിൽ നിന്നാണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് വരുന്നത്. അങ്ങനെയെങ്കിൽ രാജ്യസഭയിലേക്ക് രാജസ്ഥാനിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് അംഗത്തെ അവർക്ക് നഷ്ടപ്പെടുന്നു. അവിടെ പിന്നീട് BJPക്കായിരിക്കും ആ സീറ്റിൽ വിജയിച്ചു വരാൻ വേണ്ടി കഴിയുക. അങ്ങനെ രാജ്യസഭയിൽ ഒരു സീറ്റ് അവിടെ ബലി കൊടുത്തുകൊണ്ട് ലോക്സഭയിലേക്ക് വരുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തോടായിരുന്നു അത് നിലവിലെ സാഹചര്യത്തിൽ അധികാരം പിടിക്കുക എന്നത് പ്രധാനമാണ്, ലോക്സഭയിൽ എണ്ണം കൂട്ടുക എന്നത് പരമപ്രധാനമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ കെ ശൈലജയ്ക്കെതിരെ ഷാഫി പറമ്പിൽ മത്സരത്തിന് ഇറങ്ങുമ്പോൾ അത് അത്തരമൊരു തീരുമാനത്തിലേക്ക് പാർട്ടി പോകാനുള്ള കാരണം എന്ത് എന്ന ചോദ്യത്തിനാണ് ഇതിലും മികച്ച ഒരു സ്ഥാനാർത്ഥി അവിടെ കിട്ടാനില്ല എന്ന് അദ്ദേഹം പറയുന്നത്. പത്മജ വേണുഗോപാലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അടക്കം അവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ പലതിനെക്കുറിച്ചും മറുപടി തേടിയിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് പാർട്ടിയിൽ ഉള്ളപ്പോൾ ഒരു ആരോപണം ഉന്നയിച്ചില്ല, പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിലൊന്നും തന്നെ കാര്യമില്ല, അത് നല്ല പ്രവണതയല്ല എന്ന് അദ്ദേഹം പറയും. മാത്രമല്ല പത്മജയുടെ കൂടുമാറ്റത്തിന് പിന്നിൽ വേറെയാണോ എന്നുള്ള ചോദ്യത്തിന് അത്തരം ആരോപണങ്ങളെ കുറിച്ചുള്ള പ്രതികരണം തേടിയപ്പോൾ അതിനെക്കുറിച്ച് തനിക്ക് തൽക്കാലം വിവരങ്ങളൊന്നുമില്ല എന്നതുമാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.